ഞാൻ പറഞ്ഞ പോലെ നന്നായി ചില കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഞാൻ മോഹൻലാലിനെ ആദ്യമായി കാണുന്നത് സമയ സ്ലോട്ടിലാണ്. അവിടെ വെച്ച് ഞങ്ങൾ ആദ്യം കാണുന്നത്. എല്ലാവർക്കും ഷെയർ ചെയ്ത് മൈക്ക് പിടിക്കും. എടാ ഷെയർ ചെയ്ത് നീ എല്ലാം കൂടെ എനിക്ക് പിടിക്കാൻ പറ്റത്തില്ല. മൈക്ക് മാക്സിമം റെഡിയല്ലേ ചേട്ടാ? സിനിമ കണ്ടു, ഞാൻകുട്ടം പൊളിച്ചോ? ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ വിനീതും ധ്യാനും നന്നായി ചെയ്തിട്ടുണ്ട്. ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒന്നും തെറ്റാതെ അവർ ചെയ്തു എനിക്ക് തന്നെ അത്ഭുതമായിരിക്കും. അത് തന്നെ, ഒന്നും പറഞ്ഞു കൊടുക്കാതെ ഒന്നും എല്ലാം പറഞ്ഞു കൊടുത്ത് ഒന്നും തെറ്റിച്ചില്ല, എല്ലാം കറക്റ്റ് ചെയ്തു. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഒന്നും തെറ്റാതെ ചെയ്യുന്ന ആൾക്കാർ വളരെ കാണുമെന്നുള്ള പ്രയാസം. എങ്കിലും ധ്യാന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഒരു എന്താണ്, ഒരു അച്ഛൻ എന്ന നിലയിൽ താൻ കൂടെ സ്നേഹിച്ച ഒരു രംഗത്താണല്ലോ. അപ്പം അതില് അഭിമാനം കൊള്ളുന്നുണ്ടോ? അപ്പൊ എനിക്കൊന്നും പുതുതായിട്ട് തോന്നിയില്ല. നല്ലൊരു വിദ്യാർത്ഥിയാണ്. ആദ്യം അവൻ പറഞ്ഞു കൊടുക്കുന്ന പോലെ അവൻ ചെയ്തു. ഇപ്പം ബേസിക്കലി സിനിമ കണ്ട എല്ലാ പ്രേക്ഷകരും പറയുന്നതെന്ന് പറഞ്ഞത് ശ്രീനേട്ടന്റെ പഴയ ശ്രീനേട്ടൻ എഴുതിയ പല ചിത്രങ്ങളിലെയും ഓർമ്മ വന്നു. ഞങ്ങൾക്കടക്കം പല നൊസ്റ്റു അടിച്ചു. ലാലേട്ടനെയും ശ്രീനേട്ടനെയും ഇടക്കിടക്കൊക്കെ സ്ക്രീനിൽ മിന്നി മാഞ്ഞു പോയി എന്ന ഒരു അഭിപ്രായമൊക്കെ പല ആളുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം ശ്രീനേട്ടനും ആ നൊസ്റ്റു കിട്ടിയോ? അത് കിട്ടി. ദാസനും വിജയനെയും ഒക്കെ ചെറുതായിട്ട്. ഈ പണ്ട് 10 വർഷം മുമ്പ് ഞാൻ സിനിമയിലൊന്നും അഭിനയിക്കാമെന്ന് ചോദിച്ചപ്പം വർക്ക് പറഞ്ഞ് ഓടിച്ചതാ. ഓർമ്മയുണ്ടോ? അതിപ്പോ എങ്ങനെ അഭിമാനമല്ലേ? ഒന്ന് വഴക്ക് പറഞ്ഞോണ്ടാണോ ഞാൻ ഇത്ര നന്നായത്? അമ്മ പുതിയ ഇന്റർവ്യൂകളൊക്കെ കണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. അവന്റെ മകനും ഇവന്റെ മകനും മറ്റവന്റെ മകനും എന്ന് പറഞ്ഞ ഡയലോഗ് എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ഡയലോഗ്? അതെ അതെ, നല്ല ഡയലോഗ്. എല്ലാ ഡയലോഗും നല്ലത്. ഈ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പൂഫുള്ള സർക്കാസമുള്ള ചിത്രങ്ങളാണ് ശ്രീനേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അതൊരു കൾട്ടായിട്ട് കൂട്ടുന്ന ചിത്രങ്ങളാണ്. അപ്പം പിന്നീട് ഇപ്പം നോക്കാൻ നേരത്ത് വിനീതേട്ടൻ ബേസിക്കലി അത്തരത്തിൽ സ്പൂഫൊക്കെ ചിലയിടത്തൊക്കെ ഇങ്ങനെ ഇപ്പോഴത്തെ മലയാള സിനിമയുടെ കറന്റ് സിറ്റുവേഷനെ, കറന്റ് സിനാരിയോ ഒക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ് ചെയ്തു? സിനിച്ചേട്ടാ അതിനകത്ത് കണ്ടപ്പോ എല്ലാ ഭാഗങ്ങളും ഏറ്റവും ഇഷ്ടപ്പെട്ടത് തോന്നിയതായിരിക്കും? ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? ആ ഓരോ സീനുകൾ നോക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാണ് ധ്യാൻ ചെയ്തത്? കൗണ്ടറിനൊരു കുറവില്ല. അല്ല എങ്കിലും ഇരുന്ന് കണ്ടാണല്ലോ, അപ്പം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. നിങ്ങൾ ഇപ്പൊ നേരത്തെ ചോദിച്ചാൽ ദാസനും വിജയനും ഒരു കോമ്പിനേഷൻ നമ്മൾ സിനിമയിൽ കാണുന്നുണ്ടല്ലോ. അത് ഇപ്പൊ ധ്യാനിൽ നിന്നും അതോടൊപ്പം തന്നെ പ്രണവിൽ നിന്നും നമ്മൾ കാണുവാണ്. അതെങ്ങനെയാണ് ഒന്ന് പ്രണവിന്റെ അഭിനയവും ധ്യാന്റെ അഭിനയവും വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ശ്രീചേട്ടൻ മനസ്സിലായത്? പ്രണവും ധ്യാനും ഒരുമിച്ച് നല്ലത് ഇല്ലേ? അവര് കാണിച്ചിട്ടില്ലല്ലോ. അവര് മിമിക്രി കാണിച്ചിട്ടില്ലല്ലോ. അവരുടേതായ ശൈലിയിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാനും ലാലും ചെയ്തതിൻ്റെ അനുകരണമായിട്ടുള്ള സ്ഥലത്ത് ഫീൽ ചെയ്തില്ല.
ഇനി ഒരു ശ്രീനേട്ടന്റെ സ്ക്രിപ്റ്റ് വിനീത് ശ്രീനിവാസന് കൊടുക്കാറായോ? എന്റെ സ്ക്രിപ്റ്റ് അവൻ എടുക്കുവോ? ധ്യാന നായകന് വെക്കാൻ അല്ല, അവര് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു മുഹൂർത്തത്തിന്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവൻ വരട്ടെ, ഇതുവരെ ചോദിച്ചില്ല എന്റെ അടുത്ത്. ചോദിച്ചാൽ കൊടുക്കും. വേണ്ടി വന്നാൽ കൊടുക്കും. ഈ ലാലേട്ടനും ശ്രീചേട്ടൻ ഒത്തിരി സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും നിങ്ങളൊന്ന് ഒരുമിക്കണമെന്ന് പ്രേക്ഷകർക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ ഒരു നമ്മുടെ ശരീരമൊക്കെ നന്നായി ഒരു അസുഖങ്ങളിൽ നിന്നും മാറിക്കുമ്പോൾ അങ്ങനെ ഒരു ഒന്നിച്ചൊരു സിനിമയാണെന്ന് ശ്രീചേട്ടൻ ആഗ്രഹം. ചില സംഗതികളൊക്കെ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പൊ തോന്നുന്നത്. ഇന്നും അതുപോലുള്ള ചില സംഭവങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വീട്ടിൽ വെച്ച്. അതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്, കുറച്ച് കഴിയും. ഒന്നാമത് നമ്മള് ആരോഗ്യപരമായിട്ട് അത്ര ശരിയല്ലാത്തതാണ് ഒരു കാര്യം, നടക്കാത്തതിൻ്റെ കാര്യം. പിന്നെ ശരീരം മെച്ചപ്പെട്ടാൽ ചില കാര്യങ്ങളൊക്കെ നടക്കും ഞാൻ വിചാരിക്കുന്നു. നടക്കണം. പ്രായമായിട്ടുള്ള ധ്യാനം ഉണ്ടല്ലോ, പ്രായമായിട്ട് 70 വയസ്സായിട്ടുള്ള ആളായിട്ട് അഭിനയിച്ച ഒരു ധ്യാനെ ശരിക്കും എങ്ങനെയാ സാർ നോക്കി കാണണേ? അല്ല, അതൊക്കെ വന്നിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത ഈ ക്യാരക്ടർ ആർക്കിൽ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഒരു മനുഷ്യന്റെ പല കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു ക്യാരക്ടറാണല്ലോ ധ്യാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ബേസിക്കലി ധ്യാന്റെ അഭിനയം ധ്യാൻ ഇവന് ഇത്രയൊക്കെ ആയോ എന്ന് കണ്ടപ്പോ ഒന്നും തോന്നിയില്ല. എങ്കിലും ആ ഒരു ആക്ടിങ് അങ്ങനെ ഞാനിപ്പോ പറഞ്ഞാല് അവനെന്നെ ചീത്ത പറയും. പണ്ട് കെ ജോർജ് സാറിന്റെ മേള സിനിമയില് മമ്മൂക്കാനെ കൊണ്ടുവന്നത് സാറാണെന്ന് പറഞ്ഞൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമയില് രണ്ട് കൂട്ടുകാരന്മാരുടെ സൗഹൃദങ്ങൾ ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതാണ്. പഴയ ഓർമ്മകൾ ഓർത്തെടുക്കുമ്പോഴുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് ശ്രീനേട്ടന്റെ? അത് അതിന്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില്, ചെന്നൈയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില് പിന്നെ എൻ്റെ അദ്ദേഹമായിരുന്നു പ്രഭാകരൻ എന്ന് പറയുന്നത്. അദ്ദേഹമായിരുന്നു മേള എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസർ. അപ്പം അദ്ദേഹത്തിൻ്റെ ദുബായിലുള്ള 2 സുഹൃത്തുക്കളാണ് പ്രൊഡ്യൂസേഴ്സ്. അപ്പം അദ്ദേഹത്തിന് എന്നെ അറിയുന്നതുകൊണ്ട് എനിക്ക് ചില്ലറ ഈ കാര്യങ്ങളിലൊക്കെ വാർത്ത എഴുതാനും ഒക്കെ താല്പര്യമുള്ള ആളാണെന്ന് അറിയാവുന്നതുകൊണ്ട് പുള്ളി മേള ഡിസ്കഷന് അവരുടെ കൂടെ എന്നെയും ഇരുത്തി. തുടക്കത്തില് ആരൊക്കെയായിരുന്നു വെച്ചാൽ ഡയറക്ടർ KG ജോർജ്, പിന്നെ ക്യാമറാമാൻ രാമേന്ദ്ര ബാബു, എഡിറ്റർ രവി, അക്കൂട്ടത്തിൽ ഞാനും, പിന്നെ ശ്രീധരൻ ചപ്പാട് എന്ന് പറയുന്ന ആ സിനിമയുടെ കഥാകൃത്തും മേള ഒരു സർക്കസ് കഥകൾ എഴുതിയിരുന്ന ഒരാളാണ് എൻ്റെ നാട്ടുകാരനായ ശ്രീധരൻ ചമ്പാട്. അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബൈക്ക് ഓടിക്കുന്ന ബൈക്ക് അഭ്യാസങ്ങൾ കാണിക്കുന്ന, ബൈക്ക് വെച്ച് അഭ്യാസങ്ങൾ കാണിക്കുന്ന ഒരു ക്യാരക്ടർ, അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നപ്പോൾ അത് അഭിനയിക്കാൻ ആരും തീരുമാനിച്ചില്ല. അപ്പോൾ നമ്മൾ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, അദ്ദേഹത്തിന് ഇത് പറ്റുമായിരിക്കും, അത്രയും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം രാമേന്ദ്രബാബുവിനും മമ്മൂട്ടിയെ അറിയാം. അദ്ദേഹം പറഞ്ഞു അത് കറക്റ്റാ ശ്രീനി പറയുന്നത്, അയാൾ പറ്റുമെന്ന് പറഞ്ഞു മറ്റെല്ലാവരോട്.
അങ്ങനെയാണ് അത് തീരുമാനിക്കുന്നത്. ഈ സാമി ലോഡ്ജിൽ താമസിച്ചിട്ടില്ല അവിടെ? അവിടെ ലോഡ്ജിൽ താമസം ഓർമ്മ എങ്ങനെയാണ്? ഇപ്പൊ ഈ സിനിമ കണ്ടപ്പോ ലോഡ്ജൊക്കെ കാണിക്കുന്നുണ്ടല്ലോ പണ്ടൊക്കെ. സുരേഷ് കുമാറിൻ്റെ കൂടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല. അപ്പം മോഹൻലാൽ സമീസ് ലോഡ്ജിൽ വന്ന് താമസിക്കുക സുരേഷിൻ്റെ കൂടെ. ബാക്കി പ്ലാനുകളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ സമീസിനോട് ഇടയ്ക്ക് മാത്രം പോകുന്ന ഒരാളാണ്. ഞാൻ അവിടെ താമസിക്കാറില്ല. അങ്ങനെയൊക്കെ പോയപ്പോഴാണ് ഇവരെ കാണുന്നത്. അങ്ങനെയാണ് കണ്ടത്. അന്ന് സിനിമയുടെ കാര്യങ്ങളൊന്നും സംസാരിച്ചു. സുരേഷ് കുമാർ ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ കൂടെ. ഈ പഴയ കോടമ്പക്കം ഇപ്പം റീസെറ്റ് ചെയ്തിരിക്കുകയാണല്ലോ, അത് അരൂര് സെറ്റ് ഇട്ടിട്ടാണ് വിനീത് ഏട്ടൻ അത് ചെയ്തിരിക്കുന്നത്. അരൂര് അരൂര് സെറ്റ് ഇട്ടിട്ടാണ് കോടമ്പക്കം ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പം? അതൊക്കെ നമ്മുടെ ഉദയനാനന്ദൻ എന്ന് പറഞ്ഞ സിനിമയിൽ കോടമ്പക്കം കുറച്ചൊക്കെ ഇന്നത്ത് പിന്നെ സലിം കുമാറിന്റെ ക്യാരക്ടർ പിന്നെ ജനറേഷനായിട്ട് അഭിനയിക്കാൻ വേണ്ടി ഒരു വണ്ടി വരുമ്പോ അതൊക്കെ അതുപോലെ സ്ട്രീറ്റാണത്. കോടമ്പക്കത്ത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. വന്നു ഹീറോ വന്നു കേറി. അച്ഛൻ പറഞ്ഞ എന്നാന്നറിയോ? അച്ഛൻ പറഞ്ഞു തന്നതാണ് അഭിനയിക്കേണ്ട രീതിയും വിനീതിന്റെ അടുത്ത് ഡയറക്റ്റ് ചെയ്യണം. അത് അതേപടി നിങ്ങൾ അനുസരിച്ചു എന്നാണ് അച്ഛൻ പറഞ്ഞത്. എല്ലാം പറഞ്ഞു ഇപ്പൊ പറഞ്ഞു. എപ്പോഴാ പറഞ്ഞെന്ന് എപ്പോഴാ പറഞ്ഞെന്ന് എപ്പോഴാ പറഞ്ഞ അവിടുത്തെ രാത്രി ഞാൻ പറഞ്ഞോട്ടെ അവരുടെ ഓർമ്മയില്ല. എങ്കിലും ധ്യാനേട്ടന്റെ സിനിമ കണ്ടിട്ട് ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടായ രീതിയിൽ തന്നെയാണ് അച്ഛനും അമ്മയും ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് അത് പറഞ്ഞിട്ടുണ്ടായി. ഇവരുടെ ഓർമ്മകൾ അത് പറഞ്ഞു ലാലേട്ടനെ കണ്ട അവിടെ വെച്ചാന്നൊക്കെ പറഞ്ഞു. പിന്നെ 10 വർഷം മുമ്പ് ആ ചീത്ത പറഞ്ഞു വിട്ടോണ്ട് നന്നായിന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു വാശിയായിട്ട് എടുത്തെന്ന് പറഞ്ഞു. വാശിയായിട്ട് എടുത്താണോ? ഈ ഒരു രാത്രിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും അതൊരു ഭയങ്കര മുഹൂർത്തമല്ലേ? തീർച്ചയായിട്ടും ഞാനും ഒരു വലിയ മുഹൂർത്തത്തിന്റെ സമയമാണ്. അച്ഛനും അമ്മയും ഒന്ന് സിനിമ കാണുന്നത്. അതിന് ഞാനിവിടെ എത്തുമ്പോൾ അച്ഛൻ ആ സിനിമയെ കുറിച്ച് പറയുന്നു. ഞാൻ്റെ ഏറ്റവും ഒരു സ്വപ്നം പോലെയാണ് ഇത് അല്ലേ? പ്രണവും ധ്യാനൂട്ടനെ എനിക്ക് ഭയങ്കര ഒരുമിച്ചായിട്ട് ഭയങ്കര സന്തോഷമായി കണ്ടിട്ട്. വല്ല മനസ്സിലായോ? പുള്ളി പോയില്ല PVR-ലെ മറ്റേ സമരം കഴിഞ്ഞിട്ട് പോയില്ല. ഈ ഒരു രാത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണല്ലോ. തിരക്ക് ശേഷം 2 പേരും കൂടെ വീണ്ടും ഒന്നിച്ചൊരു സിനിമ. അതിന്റെ ഒരു പ്രൗഡ് മൊമെന്റ് എന്താ? പുറത്തുനിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല. അല്ല, ഞാൻ ഇന്ന് കണ്ടപ്പോഴേ പലരും നമ്മുടെ ഈ ഇന്റർവ്യൂ പരിപാടികളൊക്കെ കാണുന്ന പലരും അവരൊക്കെ ശരിക്കും ആഗ്രഹിച്ചു കണ്ടിരുന്നു ഞാൻ എൻ്റെ ഒരു നല്ല സിനിമ വരണമെന്നും അപ്പം ആ കുട്ടി ഒന്ന് സന്തോഷിച്ചോട്ടെ എന്നൊക്കെ. എൻ്റെ കഴിഞ്ഞ ദിവസത്തെ പലരും പറയുന്നത് ഇന്റർവ്യൂ കണ്ട ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ പറയുന്നത് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിച്ച് കണ്ടാൽ മതിയെന്ന്. ഇനിയെങ്കിലും നല്ല പടം ചെയ്യും, നന്നായിക്കൂടെ, അങ്ങനെയൊക്കെയാണ്. ഇനി ധ്യാൻ ഇപ്പൊ ചെയ്ത പടം കണ്ടല്ലോ ശ്രീചേട്ടാ, ഇനി ധ്യാൻ ചെയ്യാൻ ഭാവിയുണ്ടോ? ഇനി ഭാവിയുണ്ടോ? ഇനി നല്ല സിനിമയുള്ള ഭാവിയുണ്ടോ? ഞാൻ പറഞ്ഞോളാം. കാര്യമൊക്കെ കേൾക്കുമല്ലോ. എന്തായാലും അമ്മ ഒന്നും പറഞ്ഞില്ല. പടം നല്ലതെന്ന് പറഞ്ഞു. വിഷു തൂക്കിന്ന് പറഞ്ഞു. മോനെ വിഷു തൂക്കിന്ന് പറയാം. മോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് കരണേന്ദ്ര പോരെ? കരണേന്ദ്ര അത് പറയാനൊന്നുമില്ല.
വിഷു നമ്മൾ തൂക്കോ? പോയി ഇതാ മോനെ നിങ്ങൾ അല്ല, ഈ ദാനൂട്ടാന്ന് മാത്രമല്ലേ വിളിക്കാറുള്ളൂ? പോയാലോ? ചേട്ടാ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കുകയാണ്. അത് നിങ്ങളുടെ അവസാനമാണ്. ചേട്ടന്റെ എല്ലാത്തരം തിരക്കഥകളിലും കൂടുതലായിട്ട് ആക്ഷേപാസ്യമായിട്ടുള്ളൊരു തിരക്കഥകൾ നീളം എടുത്തു നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷത്തിൽ നടന്മാരെ അവര് തന്നെ ട്രോൾ ചെയ്യുന്നത്, അവര് തന്നെ സ്കൂപ്പായിട്ട് ഒരുപാട് നമ്മൾ കാണുന്നുണ്ടായി. അതൊക്കെ കണ്ടപ്പോ ഉണ്ടായ ഒരു ഇതെങ്ങനെയായിരുന്നു? മകന്റെ ഒരു തിരക്കഥയായാലും ഉദയനാണതാരത്തിന്റെ സമയത്തുള്ളൊരു അല്ലേ? അതെ 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 അല്ലേ? അന്ന് ഉദയനാണതാരം മറ്റേ സെൽഫ് ട്രോൾ ആയിരുന്നല്ലോ, പൊറോട്ട പപ്പടം. അതൊക്കെ കൊള്ളാം. ആ ഹ്യൂമർ ഉണ്ടല്ലോ അതിലൊക്കെ തീർച്ചയായിട്ടും. പിന്നെ നിവിൻ്റെ ഒക്കെ തമാശകൾ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഇപ്പോഴത്തെ മറ്റേ സെൽഫ് ട്രോള് പോലെയാ ഇപ്പോഴത്തെ, സ്വയം കളിയാക്കി. ആശാനാണല്ലോ. എന്താ മകന് കിട്ടൂലേ അല്ലേ? കിട്ടൂലേ? കിട്ടുമായിരിക്കും. ഇപ്പോഴും കിട്ടിയെന്ന് പറയണില്ല. ബേസിൽ വിളിച്ചോ ചേട്ടാ? എടാ നാളെ നമ്മള് അവൻ ഇരിക്കുന്ന തൃശ്ശൂരാണ്. അവന്റെ സ്ഥലത്തേക്ക് പോയാൽ അവിടെ ആഘോഷം നടത്താന്നാണ് പുള്ളിയുടെ. തൃശ്ശൂര് രാഗത്തില് നാളെ വരുവാ. അപ്പൊ ഇക്കൊല്ലം നമുക്ക് സാധാരണ ഒരു പടം ഉണ്ടാവും. നാളെ എല്ലാരും വന്നം. നാളെ അവിടെ വെച്ചാണ് വിഷു സദ്യ ഒരുക്കിയിരിക്കുന്നത്. വൈകിട്ട് നമുക്ക് അവിടെ ആക്കാം. തൃശ്ശൂര് ഉണ്ടാവും. ഇതില് മുങ്ങൂല വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ വാ തുറക്കരുത്. ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ സമയം, കാരണം തിയേറ്റർ അടുത്ത ഷോയ്ക്ക് കയറാൻ ഷോ കയറിയാലുള്ളവർക്ക് പൈസ കിട്ടുള്ളൂ. അപ്പൊ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.